ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബോൾ ഉപയോഗിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മടുപ്പ് കൂടാതെ എങ്ങനെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളെപ്പോഴും ബോഡി വാം ആയതിനു ശേഷം മാത്രമേ ഇത്തരം വർക്കൗട്ടിലോട്ട് പോകാവുള്ളൂ. ഇതിന് മുമ്പത്തെ ഒരു എപ്പിസോഡിൽ വാമിംഗ് അപ്പ് ചെയ്തിരുന്നു. നമ്മൾ ജസ്റ്റ് അതൊന്ന് ഫോളോ ചെയ്യുക. ചെറിയ രീതിയിൽ സ്ട്രെച്ചിങ് വാമിംഗ് അപ്പ് ചെയ്തതിന് ശേഷം മാത്രം ഈ വർക്കൗട്ടിലോട്ട് പോവാം. അപ്പോൾ നമുക്കിന്ന് ബോൾ ഉപയോഗിച്ച് എങ്ങനെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. അപ്പം ബോൾ തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ഒരു സാധനം മതി. നമുക്ക് ഒരു മടുപ്പ് തോന്നാതെ നമുക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. എല്ലാ പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യത്തെ ഫസ്റ്റ് എക്സർസൈസ് നോക്കിയേ. നമ്മൾ കാലെടുക്കുന്ന സമയത്ത് ബോഡി ഫ്രണ്ടിലോട്ടും, കാല് താഴെ വെക്കുന്ന സമയത്ത് ബോഡി ബാക്കിലോട്ടും ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ അബ്ഡോമൻ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വയറ് കാലിയാക്കി ഉള്ളിലോട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ചെയ്യാം. അതുപോലെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു 10 ടൈംസ് അല്ലെങ്കിൽ ഒരു 20 ടൈംസ് ഒക്കെ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യരുത്. നമുക്ക് അബ്ഡോമൻ നന്നായിട്ട് ടൈറ്റായി നമുക്കിനി കാല് പൊങ്ങാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരെണ്ണം പോലും ചെയ്യാൻ പറ്റത്തില്ല എന്നൊരവസ്ഥ എത്തുന്നത് വരെയും നിങ്ങളിത് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്കൊന്നുപോലും ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നിടത്ത് നിന്ന് നമ്മൾ ഒരെണ്ണമെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നമുക്ക് കൂടുതലും എഫക്റ്റ് ആവുന്നത്. രണ്ടാമത്തെ നോക്കിയേ. ഇത് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ അബ്ഡോമിനുള്ളിലോട്ട് ടൈറ്റ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാം. നമുക്ക് ചെറിയൊരു പെയിൻ തോന്നിയ ഉടനെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്. നമുക്ക് ആ പെയിൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ശരിക്കും അത് എഫക്റ്റ് ആയി തുടങ്ങുന്നത്. അതുകൊണ്ട് മാക്സിമം തീരെ പറ്റത്തില്ല എന്ന് തോന്നുന്നത് വരെയും ചെയ്യാം. മൂന്നാമത്തത്. നാലാമത്തെ നോക്കിയേ. അഞ്ചാമത്തത്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കൈ തറയിൽ നിന്ന് അനങ്ങേണ്ടതില്ല, കാല് മാത്രം. അബ്ഡോമൻ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇത് നമ്മുടെ സൈഡ് ഫാറ്റും കൂടി പോകാനായിട്ട് നല്ലതാണ്. അപ്പർ ബോഡി മാക്സിമം ബാക്കിലോട്ട് ഹോൾഡ് ചെയ്ത് അബ്ഡോമൻ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ചെയ്യുക. ഇത് നമ്മുടെ ബോളല്ല പോകുന്നത്, നമ്മുടെ ബോഡിയാണ്, അബ്ഡോമനാണ് പോകുന്നത്. ഇതൊരു 60, 70, 80 ഒക്കെ പോവും. മാക്സിമം ടൈറ്റായി നമുക്ക് പൊങ്ങാൻ പറ്റത്തില്ല എന്നൊരവസ്ഥ എത്തുന്നത് വരെയും ചെയ്യാം. അപ്പർ ബോഡി ലോവർ ബോഡി ഓപ്പോസിറ്റ് സൈഡിലോട്ട്. ഇത്രയും ഫാസ്റ്റായിട്ടൊന്നും ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതിയാവും. റെസ്റ്റ് എടുത്ത് പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ ചെയ്ത ഇത്രയും എക്സർസൈസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇതുപോലെ ഇത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യണം എന്നില്ല, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് ഉറപ്പായും തീർച്ചയായും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ബോഡി വാമായതിനു ശേഷം മാത്രം ചെയ്യുമ്പോൾ നമുക്ക് ഏത് പാർട്ടാണോ നമുക്ക് റെഡ്യൂസ് ചെയ്യാനുള്ളത് ആ പാർട്ട് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക, ടൈറ്റ് ചെയ്ത് ചെയ്യുക. പിന്നെ നമുക്കൊരു 10-12 ആയിക്കഴിഞ്ഞ് ഇച്ചിരി പെയിൻ തോന്നിയാൽ ഉടനെ സ്റ്റോപ്പ് ചെയ്യരുത്. നമുക്ക് ടൈറ്റായി ഒരു പെയിൻ തോന്നിയതിന് ശേഷം നമ്മൾ ചെയ്യുന്നതാണ് നമുക്ക് എഫക്റ്റ് ആകുന്നത്. അത് ഓർത്ത് ചെയ്യുക.